ഇയാൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ബിഗ് ബോസ് ഈ ഡിസർവിംഗ് അല്ലാത്തവരാ ജയിക്കുന്നതെന്ന്. നമുക്ക് ഫസ്റ്റ് സീസൺ മുതൽ നോക്കിയാലോ? ഫസ്റ്റ് സീസണിൽ ഡിസർവിംഗ് ആയിട്ടുള്ള സാബു മോൻ തന്നെയാ ജയിച്ചത്. ആര് പറഞ്ഞു? അപ്പൊ പേളി മണിയോ? പേളി മണി എങ്ങനെ ഡിസർവിംഗ്? പേളി മണി ഡിസർവിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി ഡിസർവിംഗ് ആയിട്ടുള്ള ആളായിരുന്നു ശ്രീനീഷും രഞ്ജിനി ഹരിദാസും. പേളി മണിയും ശ്രീനിഷും തമ്മിലുള്ള ലവ് കോംബോയാ ആ സീസൺ ലാസ്റ്റ് വരെ കൊണ്ടുപോയത്. അത് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? അതിനെക്കാട്ടി കിടില ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അവിടെ ഉണ്ടായിരുന്നു. സാബു മോനും രഞ്ജിനി ഹരിദാസും സാബു മോനും ആ ബിഗ് ബോസ് സീസണിൽ വരുന്നതിന് മുമ്പ് പുറത്ത് കീരിയും പാമ്പുമായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നതിന് ശേഷം സാബു മോന്റെയും രഞ്ജിനി ഹരിദാസിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിരുന്നു. അതായിരുന്നു ആ സീസണിൽ ഏറ്റവും എൻജോയ് ചെയ്ത് ഞാൻ എൻജോയ് ചെയ്തത്. നിങ്ങൾ കുറെ ആൾക്കാർ പൈങ്കിളി ആൾക്കാർ മറ്റേ കരച്ചിലും പിടിച്ചിലും മറ്റേ ലവ് കോംബോയും പേളി മണി ശ്രീനീഷ് കോംബോ കൊണ്ടുപോയത് ഓക്കെ ശരി, ഞാൻ സമ്മതിച്ചു. ലവ് ട്രാക്ക് കരച്ചിലല്ലാതെ പേളി മണി അവിടെ കൊടുത്ത കോണ്ടന്റ് എന്താണ്? ലവ് ട്രാക്ക് അല്ലാതെ അവിടെ കൊടുത്ത കോണ്ടന്റ് എന്താണ്? പേളി മണിയെ കാട്ടിയും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു ശ്രീനീഷ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ലവ് കോംബോയിൽ പെട്ടുപോയത് കൊണ്ടാണ് അയാൾ ഒരു നിഴലായി മാത്രം പോയത്. ഇപ്പോഴും ഈ പറയുന്ന ശ്രീനീഷിന്റെ കണ്ടന്റ് നീ പറയുന്ന ലവ് ട്രാക്കിൽ പറയുന്നത് ഈ ഒരു ലവ് കോംബോ ഉള്ളത് കൊണ്ട് മാത്രം അയാളുടെ യഥാർത്ഥ കാലിബർ അവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ സാബുമോ എങ്ങനെ ജയിച്ചേ? രഞ്ജിനി പുറത്തിറങ്ങി വോട്ട് പിടിച്ചിട്ടാ സാബുമോൻ ജയിച്ചത്. ആണോ? അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ ശ്രീനീഷ് പുറത്തിറങ്ങി വോട്ട് പിടിച്ചോണ്ടാണ് പേളി മണി മറ്റേ റണ്ണറപ്പ്. അല്ലല്ല, പേളിക്ക് അത്രയും ഫാൻസ് ഉണ്ടായിരുന്നു. പേളിക്ക് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ കണക്കുള്ള ഫാൻസ് ആണ്. ഇപ്പോഴും ഉള്ള ഫാൻസ് നിന്റെ കണക്കുള്ള ഫാൻസ് ആണ്. ഒരു ടൈപ്പ് ആൾക്കാരാണ് അവരുടെ ഫാൻസ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു മറ്റേ എന്താണ് ഇമോഷണൽ ഇതില് ലോക്ക് ചെയ്തിട്ടേക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്താ പറഞ്ഞാലും ആ ലവ് കോംബോ ഇല്ലായിരുന്നു ഫസ്റ്റ് സീസണിൽ, ഒന്നും ഇല്ലായിരുന്നു. അത് നിനക്ക് ലവ് കോംബോ ഇല്ലെങ്കിൽ ഒരു സീസൺ അടിപൊളിയായിട്ട് പോവും. ലവ് കോംബോ ഒന്നും വേണ്ട. കഴിഞ്ഞ തവണ ലവ് കോംബോ ഇല്ലാതെ പോയില്ലേ? ലവ് കോംബോ ഒന്നും വേണ്ട. ഫ്രണ്ട്ഷിപ്പും ജെന്യുവൻ ആയിട്ട് ആൾക്കാർ അവിടെ നിന്ന സാബു മോൻ പുറത്തെങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ. രഞ്ജിനി പുറത്തെങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ. അവിടെ അറിയാം ബിഗ് ബോസ് ഹൗസ് രഞ്ജിനിയെ നമ്മൾ അന്നും കാണുന്നു ഇന്നും കാണുന്നു. രഞ്ജിനിക്ക് ഒരു മാറ്റവും ഇല്ല. സാബുമോനെ അന്നും കാണുന്നു ഇന്നും കാണുന്നു. സാബുമോന് ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും സാബുമോൻ തന്നെയാണ്. രഞ്ജിനി തന്നെയാണ്. പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ട പേളി മണി അല്ല പുറത്തെ പേളി മണി. പിന്നെ ഈ ലവ് ട്രാക്ക് പിന്നിലുള്ള സീസൺ ഇല്ലെന്ന് പറഞ്ഞത് എല്ലാരും പിടിക്കാൻ നോക്കി, പക്ഷെ ഒന്നും സക്സസ് ആയില്ല. നീ പേളി മണി ശ്രീനീഷ് ലവ് സക്സസ് ആയതൊന്നും കൂടുതൽ പറയണ്ട. അത് പറയാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. ആയിക്കോട്ടെ, അതിനെ പറ്റി കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ നീ പറയരുത് ലവ് കോംബോ മാത്രമാണ് ഈ ഫസ്റ്റ് സീസൺ കൊണ്ടുപോയത് എന്നുള്ളത്. ഫ്രണ്ട്ഷിപ്പ് സാബുമോന്റെയും രഞ്ജിനിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. സാബുമോൻ അവിടെ ഒരു എന്താണ് പറയുന്നത്, ഏകാധിപതിയെ പോലെ അവിടെ നിന്നതായിരുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് സീസൺ ലവ് കോംബോ അല്ലേ കൊണ്ടുപോയത്? അല്ല, ഫസ്റ്റ് സീസൺ സാബുമോൻ രഞ്ജിനി ഫ്രണ്ട്ഷിപ്പ് കോംബോയും സാബുമോൻ രഞ്ജിനിയുടെ ഒരു കോംബോ ആണ് ഫസ്റ്റ് സീസൺ കൊണ്ടുപോയെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ആൾക്കാർ പറയട്ടെ. നിങ്ങൾ പറയട്ടെ, അവര് പറയട്ടെ.